ഷരീഫും ചെറിയ പെരുന്നാളുമൊക്കെ കഴിഞ്ഞ് വളരെ വലിയ ആത്മവിശുദ്ധിയോടുകൂടെയാണ് നമ്മളൊക്കെ പള്ളിയിൽ വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും നിസ്കാരങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളീയ ചരിത്രത്തിൽ, ഹൈന്ദവ പുരാണത്തിൽ ഒരു ചരിത്രമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. ഞാറാണത്തു ഭ്രാന്തൻ എന്ന് പറയുന്നൊരു ഭ്രാന്തന്റെ കഥ. എല്ലാ ദിവസവും രാവിലെ മലമുകളിൽ കയറി മലമുകളിലേക്ക് വലിയ ഭാരമുള്ള പാറക്കഷ്ണം ഉരുട്ടി കൊണ്ടുപോയി വൈകുന്നേരമാകുമ്പോഴേക്ക് മലയുടെ ഏറ്റവും ഉച്ചിയിലെത്തിയ പാറക്കഷ്ണത്തെ വൈകുന്നേരം ഒരൊറ്റ അടിക്ക് താഴത്തേക്ക് ഉന്തിയിടുന്ന, എല്ലാ ദിവസവും ഇത് പതിവായി, തൻ്റെ ഒരു പതിവായി, ഒരു ശീലമാക്കി കൊണ്ടു നടക്കുന്ന ഒരു ഭ്രാന്തന്റെ കഥ പുരാതന ഐതിഹ്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ ഷരീഫ് മദീനയിലെ ഒരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖദത് അസ്ലഹ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നു, നിങ്ങൾ ആവരുത് ഒരു പെണ്ണിനെ പോലെ. മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് എല്ലാ ദിവസവും രാവിലെ നൂൽക്കാൻ തുടങ്ങും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂൽക്കലായിരുന്നു ആ പെണ്ണിന്റെ പണി. വസ്ത്രം ഇങ്ങനെ തുന്നിക്കൂട്ടി വൈകുന്നേരമാകുമ്പോൾ ആ പെണ്ണ് രാവിലെ മുതൽ എടുത്ത മുഴുവൻ പണികളും ബാത്തിലാക്കുന്ന രൂപത്തിൽ തുന്നിക്കൂട്ടിയ തുണികൾ മുഴുവൻ ആ പെണ്ണ് അഴിച്ചിടും. രാവിലെ മുതൽ വളരെ വലിയ അധ്വാനത്തോടുകൂടെ തുന്നിക്കൂട്ടി വെച്ച വസ്ത്രങ്ങൾ വൈകുന്നേരമാകുമ്പോഴേക്ക് പിച്ചു ചീന്തുന്ന ഒരു പെണ്ണുണ്ട്, മദീനയിലുണ്ടായിരുന്നു. വിശുദ്ധമായ ഖുർആൻ അവൾ അല്ലാഹുവിന്റെ റസൂലിനോടും സഹാബത്തിനോടും പറഞ്ഞു, വലാ തകൂനു കല്ലത്തി നഖദത് അസ്ലഹ. ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. തന്റെ തുന്നിക്കൂട്ടിയ തുണികൾ മുഴുവൻ ഒരൊറ്റ ദിവസത്തിന്റെ രാത്രിയാകുമ്പോഴേക്ക് പിച്ചു ചീന്തുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഹബീബായ നബി തങ്ങളോട് ഉത്ബോധനം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ റമദാൻ ഷരീഫ് കഴിഞ്ഞുപോയി. റമദാൻ ഷരീഫിൽ നമ്മൾ അനുഷ്ഠിച്ചെടുത്ത നന്മകളുണ്ട്, നമ്മൾ ആർജിച്ചെടുത്തൊരു ഈമാനിക ആവേശമുണ്ട്, നമ്മൾ നേടിയെടുത്ത ആത്മീയ വിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധമായ വിശുദ്ധിയെ, ആ പരിശുദ്ധമായ ഈമാനിക ശക്തിയെ നമ്മൾ കൊണ്ടുപോയി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിശുദ്ധമായ റമദാൻ ഷരീഫിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനുണ്ടായി, നമ്മുടെ ശരീരത്തിനുണ്ടായി, നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുണ്ടായി, നമ്മുടെ സമൂഹത്തിനിടയിലുണ്ടായി. ആ ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണം. വിശുദ്ധമായ റമദാൻ ഷരീഫ് കഴിഞ്ഞ ശവ്വാലിന്റെ പൊന്നമ്പിളി ആകാശത്തുദിച്ചപ്പോഴേക്ക് നമ്മുടെ ആത്മീയ വിശുദ്ധി തകരാൻ പാടില്ല. റമദാൻ ഷരീഫിൽ നേടിയെടുത്ത നന്മകൾ നമ്മൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ സജീവമായി നിലനിർത്തണം. കാരണം റമദാൻ ഷരീഫ് ഇനിയും വരും, ഇനിയും ഒരുപാട് റമദാനുകൾ ഭൂമിയിൽ പിറക്കും. പക്ഷേ ഏത് റമദാനിൽ, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് പറയാൻ നമുക്ക് ഒരാൾക്കും കഴിയില്ല. അടുത്ത റമദാനിൽ ആരോഗ്യത്തോടെ ആ റമദാൻ ഷരീഫിനെ വരവേൽക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് റമദാൻ ഷരീഫിൽ ആർജിച്ചെടുത്ത നന്മകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകണം. ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിത്യമായി ചെയ്യുന്ന ജോലിയാണ്, നിത്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, അമലുകളാണ്, ഇബാദത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒരു ദിവസം പെരും നിസ്കാരം, ഒരു ദിവസം പെരും ഖുർആനോത്ത്, രണ്ടാമത്തെ ദിവസം അതില്ല. അങ്ങനെ ഒരു ഇബാദത്ത് അല്ലാഹുവിന് ഇഷ്ടമില്ല. എല്ലാ ദിവസവും നിത്യമായി മുറ പോലെ ഒരു പതിവായി കൊണ്ടു നടക്കുന്ന അമലുകളാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. റമദാൻ ഷരീഫിൽ നമ്മുടെ പള്ളികൾ സജീവമായിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോഴേക്ക് ജമാഅത്തിന് ആളുകൾ കുറഞ്ഞു. നമ്മുടെ ഈമാനികമായ ആവേശം ചുരുങ്ങി വരികയാണ്. അത് വരാൻ പാടില്ല. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ, 88 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു, ഈദുൽ ഫിത്ർ ആഘോഷിച്ചു. വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കണം. മുസ്ലിം സമൂഹം
ഈ സമുദായത്തിന് സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 88 ലക്ഷം മുസ്ലിമീങ്ങൾ കേരളത്തിൽ തന്നെ ഈദുൽ ഫിത്ർ ആഘോഷിച്ചുവെങ്കിൽ അതിൽ 75 ലക്ഷത്തോളം ആളുകൾ സക്കാത്ത് കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഫിത്ർ സക്കാത്ത് നോക്കണം. മുസ്ലിമീങ്ങൾ നടത്തുന്ന മുസ്ലിം സമുദായം നടത്തുന്ന ചാരിറ്റി, നിശബ്ദമായ ചാരിറ്റിയാണ് മുസ്ലിം സമൂഹം നടത്തുന്നത്. അങ്ങനെ ഒരു ആഘോഷത്തിനെ പറ്റി, ഒരാഘോഷവുമായി ബന്ധപ്പെട്ട് ചാരിറ്റി നടത്തുന്ന മറ്റൊരു മതസമൂഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു പുണ്യമാണ്. 88 ലക്ഷം മുസ്ലിമീങ്ങളുള്ള കേരളത്തിൽ 75 ലക്ഷം മുസ്ലിമീങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു എന്ന് വിചാരിച്ചാൽ കേരളത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ നടന്ന അരികളുടെ വിതരണത്തിന്റെ 78 ലക്ഷം മുസ്ലിമീങ്ങൾ അരി വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ 1,95,00,000 കിലോ അരിയുടെ വിതരണമാണ് ഒരൊറ്റ രാത്രി കേരളത്തിൽ നടന്നത്. കേരളത്തിലെ കണക്കാണ് പറയുന്നത്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെച്ച ഏറ്റവും വലിയ നന്മയുടെ പുണ്യത്തിന്റെ നിശബ്ദമായ ചാരിറ്റിയാണ് കേരളത്തിൽ നടന്നത്. 1,95,00,000 കിലോ അരിയുടെ വിതരണം ഒരൊറ്റ രാത്രി കൊണ്ട് തീർന്നില്ല. ഈ അരിയുടെ വില എത്രയാണ്? 97 കോടി. 97 കോടി അരിയുടെ വിൽപ്പനം, അതിന്റെ കൈമാറ്റം, സ്വതക്ക, അതിന്റെ പാവപ്പെട്ടവർക്ക് നൽകുക. 97 കോടി സമ്പത്ത് കേരളത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ചെലവഴിക്കപ്പെട്ടു. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ആഘോഷം മുന്നോട്ട് വെക്കുന്ന വലിയൊരു കാര്യമാണ്, നിശബ്ദമായ ചാരിറ്റി. ഇങ്ങനെ ഒരു ചാരിറ്റി നടത്താൻ ആർക്ക് കഴിയും? ഏത് മതങ്ങൾക്ക് കഴിയും? ഏത് ആഘോഷങ്ങൾക്ക് കഴിയും? റമദാൻ ഷരീഫിന്റെ വെള്ളിയാഴ്ച ഉത്തർപ്രദേശ് ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ഹോളി ആഘോഷം നടന്നു. ഹോളി ആഘോഷം, ഈ ഹോളി ആഘോഷത്തിൽ ഉത്തരേന്ത്യയിലെ 70ഓളം മസ്ജിദുകൾ, 70ഓളം പള്ളിക്ക് മുകളിൽ ടാർപോളിൻ വിരിച്ചിട്ടാണ് ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം നടന്നത്. ഒരു ആഘോഷത്തിന്റെ കണക്കാണിത്. കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഈദുൽ ഫിത്ർ ആഘോഷിച്ചു. എവിടെയെങ്കിലും അക്രമം നടന്നോ? എവിടെയെങ്കിലും കൊലപാതകം നടന്നോ? ഏതെങ്കിലും ഹൈന്ദവരുടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി മുദ്രാവാക്യം വിളിച്ചോ? തക്ബീർ വിളിച്ചോ? ഇല്ല. അതാണ് മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് പങ്കുവെക്കുന്ന, ഈ നാടിന് പങ്കുവെക്കുന്ന സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ നന്മ രാജ്യത്ത് നിലനിൽക്കണം. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ബീഭത്സകമായ വാർത്തകളാണ്. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യത്തെ വഖഫ് സ്വത്തുകൾക്കെതിരെ ബില്ല് പാസ്സായി. നമുക്ക് മിണ്ടാൻ ശേഷിയില്ല, നമുക്ക് മിണ്ടാൻ കഴിയുന്നില്ല. മുസ്ലിം സമൂഹത്തിന് എല്ലാ നിലക്കും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കിരാതമായ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ വഖഫ് സ്വത്തുകൾക്കെതിരെ നമ്മുടെ പൂർവികന്മാരായ നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി ചെയ്ത വഖഫ് സ്വത്തുകൾക്കെതിരെ നിയമം പാസ്സാകുന്നു. ആ വഖഫ് സ്വത്തിലേക്ക് സർക്കാർ കയ്യേറ്റം നടത്താൻ ഉള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് വെച്ചുകൊണ്ട് നിയമം പാസ്സാക്കുമ്പോ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെതിരെ ശബ്ദിക്കണം. പക്ഷേ നമ്മുടെ ശബ്ദം എവിടേക്കും എത്തില്ല. നമ്മുടെ ശബ്ദം എവിടേക്കും എത്തില്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആശയത്തിൽ, നമ്മുടെ ആദർശത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക എന്നതാണ് നമുക്ക് ഈ നിമിഷത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ സാഹചര്യത്തിൽ വേണ്ടത്. മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം ഒരക്രമത്തിനും ഒരു വർഗീയതക്കും എവിടെയും പോയിട്ടില്ല. എല്ലായിടത്തും നന്മ മാത്രമാണ് മുസ്ലിമീങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് നിശബ്ദ ചാരിറ്റി, 97 കോടിയുടെ നിശബ്ദ ചാരിറ്റി ഒരൊറ്റ രാത്രി കൊണ്ട് സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ 97 കോടിയുടെ ചാരിറ്റി കേരളത്തിൽ മാത്രം നടന്നു എന്ന് പറയുമ്പോൾ 200 കോടി മുസ്ലിമീങ്ങൾ ലോകത്ത് മുഴുവൻ പെരുന്നാൾ ആഘോഷിച്ചു. 200 കോടി മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ ആരെങ്കിലും പ്രകോപനം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വാർത്തയിൽ നിങ്ങൾ വായിച്ചോ? ഇല്ലല്ലോ. മുസ്ലിമീങ്ങൾ എവിടെയും പ്രകോപനം നടത്തിയില്ല. എവിടെ നിന്നാണ് ഈ ബോധം മുസ്ലിം സമൂഹത്തിന് ലഭിച്ചത്? എവിടെ നിന്നാണ് ഈ ആത്മീയമായ വിശുദ്ധി മുസ്ലിം സമൂഹം നേടിയെടുത്തത്? നമ്മുടെ മദ്രസകളിൽ നിന്നാണ്, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതിവിടെ നിലനിൽക്കണം. നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന മക്കൾ, ആ മക്കൾ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാകണം, ദീനീ ബോധമുള്ള മക്കളാവണം.
നമ്മുടെ നാട്ടിൽ മദ്രസകളുണ്ട്, അവിടേക്ക് നമ്മുടെ പിഞ്ചുകുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ നമ്മുടെ മക്കൾ നന്നാവില്ല. രാജ്യം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇനിയും മുഹമ്മദ് അലി ജൗഹർമാര് വരണം. അതിന് ധീരരായ ഉമ്മമാരും ഉപ്പമാരും പിറക്കണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനായ മുഹമ്മദ് അലി ജൗഹറെ പറഞ്ഞയക്കുമ്പോ മുഹമ്മദ് അലി ജൗഹറിന്റെ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്: പൊന്നുമോനെ, നീ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. നിന്റെ ആദർശം ഇസ്ലാമാണ്, നിന്റെ ആശയം ഇസ്ലാമാണ്. ആ ആശയം ഒരാളുടെ മുമ്പിലും പണയം വെക്കരുത്. ഇസ്ലാമിന്റെ സംസ്കൃതിക്കും ഇസ്ലാമിന്റെ സംസ്കാരത്തിനും എതിരായി വരുന്ന ഒരു പ്രലോഭനത്തിന്റെ മുമ്പിലും നിന്റെ തല കുനിക്കരുത് എന്ന ഉപദേശം കൊടുത്തുകൊണ്ടാണ് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയച്ചത്. ആ മാതാവിന്റെ കരുത്തിൽ, ആ മാതാവിന്റെ ഉപദേശത്തിന്റെ കരുത്തിൽ വളർന്നതുകൊണ്ടാണ് മുഹമ്മദ് അലി ജൗഹറിന് ജോർജ് ആറാമന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ കഴിഞ്ഞത്: ഒന്നുകിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, എന്നെ അന്തി ഉറക്കുമ്പോ സ്വതന്ത്രമുള്ള മണ്ണിൽ അന്തി ഉറക്കണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി എന്റെ മയ്യത്ത് കബറടക്കണമെന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി ആർജിക്കാൻ, പ്രകോപനം കൊള്ളാൻ മുഹമ്മദ് അലി ജൗഹറിനെ പ്രേരിപ്പിച്ചത് ആ മാതാവിന്റെ ശക്തിയായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് അങ്ങനെയുള്ള മക്കൾ കടന്നു വരണം. മുസ്ലിമീങ്ങൾക്ക് നിരന്തരം കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ, നമ്മുടെ സ്വത്തുക്കൾക്കെതിരെ, നമ്മുടെ പൗരത്വത്തിനെതിരെ നിരന്തരമായി വർഗീയ ശക്തികൾ ആഞ്ഞുതുമുമ്പോ നമ്മുടെ രാജ്യത്ത് സൗഹാർദ്ദം നടപ്പിലാക്കി അതിലൂടെ നമ്മുടെ മതത്തിന്റെ ആശയവും ആദർശവും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഉതകുന്ന മക്കൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം. അതിനാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, നമ്മുടെ നാടുകളിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകൾ തുറക്കുകയാണ്. ആ മദ്രസകളിലേക്ക് നമ്മുടെ പിഞ്ചുകുട്ടികളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ അവയൊക്കെ മദ്രസയിലേക്ക് കൊണ്ടുപോയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സമൂഹം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കള്ളിനും കഞ്ചാവിനും MDMA-നും അടിമപ്പെട്ടുകൊണ്ട് മക്കൾ വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ. അവരെ ദീനീ വിദ്യാഭ്യാസമുള്ള ഉമ്മയെയും വാപ്പയെയും പെങ്ങളെയും തിരിച്ചറിയുന്ന മക്കളാക്കി വളർത്തിയില്ല എങ്കിൽ നാളെ നമ്മൾ തന്നെ വിരൽ കടിക്കേണ്ടി വരും. നമ്മളൊക്കെ വാർത്തകൾ വായിക്കുന്നു. പത്രം തുറന്നാൽ ഉമ്മയെ കുത്തിക്കൊന്ന മകന്റെ വാർത്തയാണ്, പത്രം തുറന്നാൽ പെങ്ങളെ കൊന്ന മകന്റെ വാർത്തയാണ്. ഇങ്ങനെയുള്ള മക്കൾ നമ്മുടെ മേലാറ്റൂരിലും ചെമ്മാണിയോടും ഇല്ലാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട വാപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടാക്കണം. നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. എന്റെ മകൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്നുണ്ട്, അവൻ പഠിക്കട്ടെ, ABCD പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അലിഫും ബാവും പഠിക്കണം, വിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിക്കണം. മക്കളെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറ്, നമ്മുടെ മക്കളെ എല്ലാവരെയും നിർബന്ധമായും നമ്മുടെ മദ്രസയിലേക്ക് കൊണ്ടുപോയി ആക്കണം, പഠിപ്പിക്കണം. അവർക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും അവർ ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ വളരട്ടെ. അല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെ വേൽക്കടിക്കേണ്ടി വരും. LLB പഠിച്ച ദീനി ബോധമുള്ള ആളുകൾ ഉണ്ടായിക്കോട്ടെ, ദീനി പഠിച്ച, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച കളക്ടർ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ദീനി വിദ്യാഭ്യാസം അടിസ്ഥാനമാണ്. അത് തകരാൻ പാടില്ല. അത് തകർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കരുത്. നമ്മുടെ മക്കൾക്ക് അത് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ആ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ. ആ വിദ്യാഭ്യാസം കൊടുത്തേ തീരും. നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത്, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് നാളെ നമുക്ക് വയസ്സായി പെരയിൽ കിടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയാണല്ലോ. അതിനാണല്ലോ നമ്മൾ മക്കൾക്ക് വലിയ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിനാണല്ലോ മക്കളെ വലിയ കളക്ടർമാരാക്കുന്നത്, വലിയ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി, വലിയ ജോലികൾക്ക് വേണ്ടി മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ നാളെ കിടപ്പിലാകുമ്പോ, നമുക്ക് നാളെ വയസ്സാകുമ്പോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ. എന്നാൽ ദീനി വിദ്യാഭ്യാസമില്ലാത്ത മക്കൾ എങ്ങനെയാണ് ഉമ്മയെ തിരിച്ചറിയുക? എങ്ങനെയാണ് വാപ്പയെ തിരിച്ചറിയുക? അതുകൊണ്ട് നാളെ വിരൽ കടിക്കേണ്ടില്ലെങ്കിൽ ദുനിയാവിലും നാളെ പരലോകത്ത് എന്തായാലും മക്കളെ കൊണ്ട് വിരൽ കടിക്കേണ്ടി വരും. സ്വന്തം സഹോദരനിൽ നിന്ന്, സ്വന്തം മകനിൽ നിന്ന്
തന്നെ വാപ്പമാരും ഉമ്മമാരും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന മക്കൾ രക്ഷപ്പെടുന്ന ലോകമാണ് ഖിയാമത്ത് നാൾ. ആ നേരത്ത് മകൻ പറയും, എന്റെ പൊന്നുമ്മ, എന്റെ പൊന്നു വാപ്പ എനിക്ക് ദീനി വിദ്യാഭ്യാസം തന്നില്ല, എന്നെ മതം പഠിപ്പിച്ചില്ല, അതുകൊണ്ട് എന്നെ നരകത്തിലിടുന്നതിന് മുമ്പ് അല്ലാഹുവേ എന്റെ ഉമ്മയെ കൊണ്ടുപോയി ഇടൂ എന്നും മകൻ ഏതായാലും ആഖിറത്തിൽ പറയും. ദുന്യാവിനും അത് പറയാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും സംജാതമാകരുത്. അതുകൊണ്ട് മക്കൾക്ക് നിർബന്ധമായും അതൊരു ബാധ്യതയാണ്, രക്ഷിതാവിന്റെ ബാധ്യതയാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മക്കളെയും മദ്രസയിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചൊവ്വാഴ്ച നമ്മുടെ ആളുകളിലൊക്കെ മദ്രസകൾ തുറക്കും. അതുകൊണ്ട് മദ്രസയിലേക്ക് നമ്മുടെ ഒക്കെ മക്കളെ പറഞ്ഞയക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു